ഹായ് ഫ്രണ്ട്സ്, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പൊക്കെ പോകണം എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. നിലമ്പൂർ നാടുകാണിയിലെ മെലാനി റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ നേരെ നിലമ്പൂർ വഴിയല്ലാതെ വയനാട് വഴിയാട്ടോ പോയത്. അതാകുമ്പോൾ നമുക്ക് ചുരത്തിൻ്റെ മേലെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ആ വഴി പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആ ചെറിയ ട്രിപ്പിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഇതിൽ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. രാവിലെ 5 മണിക്ക് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കറി കകൻ്റെ അമ്മായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ഉണ്ട്, നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ അമ്മായി ഉണ്ടാക്കി. പിന്നെ പൊറോട്ട ഒക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വഴിയിൽ വണ്ടി സൈഡാക്കിയിട്ട് കഴിച്ചു. പിന്നെ ചുരത്തിൻ്റെ മേലെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ബസ്സിലെല്ലാവരും നല്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ. മോൾക്കൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ ഈ മെലാനി ടീമിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളടുത്ത റിസോർട്ടിൻ്റെ അടുത്തായിട്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടുന്ന് ഓരോ ചായയൊക്കെ എല്ലാവരും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഒരു കാടിൻ്റെ നടുവിലായിട്ടാട്ടോ ഈ റിസോർട്ട് വരുന്നത്. ഇത് പിന്നെ എൻ്റെ ഉമ്മൻ്റെ ഒരു കസിനാണ്, ഇതിൻ്റെ പാർട്ട്ണറാണ്. അപ്പോൾ അവരുടെ കെയർ ഓഫിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര വെച്ചത്. നല്ല ബഡ്ജറ്റ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബിരിയാണി, ഉച്ചക്കുള്ള ബിരിയാണി നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവാണ് ചെയ്തത്. കോഴിക്കോടൻ ബിരിയാണി എന്ന മട്ടിലാട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ അത് നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ വെച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ വെള്ളച്ചാട്ടമുണ്ട് എന്നുള്ളത് വിവരം കിട്ടി. എൻ്റെ കസിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആളുടെ പേര് റിയാസ് എന്നാണ്. അപ്പോൾ റിയാസ്ക്ക് വിവരം പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് എല്ലാവരും എൻജോയ് ചെയ്തു. ശേഷം രാത്രി ഗ്രില്ലഡ് ചിക്കൻ പ്രിപ്പറേഷനിലായിട്ടോ എല്ലാവരും. അപ്പോൾ ഗ്രില്ലഡ് ചിക്കന് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കൊണ്ടുവന്നത് തന്നെ. അങ്ങനെ പിന്നെ അത് ഉണ്ടാക്കുന്ന ഇടയിലൂടെ നമ്മൾ അന്താക്ഷരിയും പാസിംഗ് ബോൾ അങ്ങനെ ഓരോരോ ഗെയിം ഐറ്റംസ് ഒക്കെ ഇറക്കാൻ തുടങ്ങി. അതിൽ പിന്നെ എല്ലാവരും കുറേ സമയം അങ്ങനെ എൻജോയ് ചെയ്തു. ആ സമയം കൊണ്ട് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരാനും തുടങ്ങി. അങ്ങനെ പാസിംഗ് ബോളിൽ അവസാനം അളിയനും ആയി ബാക്കി. ഇവരവസാനം ബോൾ വെച്ച് തല്ലുണ്ടാക്കാൻ തുടങ്ങിയിട്ട് അത് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ റെഡിയായി. അതിനിടയിൽ ഇതാ മുത്തു സലാഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി, ക്യാരറ്റും കാര്യങ്ങളൊക്കെ. ഗ്രില്ലഡ് ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അമ്മയുടെ മോന് ആദിലാണ് ഇതിൽ മസാലയൊക്കെ തേച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മസാല ഒക്കെ നല്ല റെഡിക്ക് ചിക്കനിൽ ആഡ് ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രാത്രി കുട്ടികളുടെ കലാപരിപാടി എന്ന നിലയ്ക്ക് അനുമോളും അമ്മയുടെ പേരക്കുട്ടിയും ഒക്കെ ഡാൻസൊക്കെ കളിച്ച് അവർക്ക് സമ്മാനമൊക്കെ കൊടുത്തു. ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ രാവിലെ ആയപ്പോൾ നമ്മൾ താഴെ റെസ്റ്റോറൻറ്റിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. പൂരി, പൊറോട്ട, ദോശ, നെയ്റോസ്റ്റ്, മീൻകറി, കടലക്കറി, പല ഐറ്റംസും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ വൃത്തിയായിട്ട് കഴിച്ചു. പിന്നെ തിരിച്ച് റിസോർട്ടിൽ വന്നപ്പം ഗാനമേള. എല്ലാവരും പാടാൻ അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും മൈക്കൊക്കെ ഒന്ന് വാങ്ങി ടെസ്റ്റ് ചെയ്ത് ഉറക്കയും പതുക്കെയൊക്കെ പാടാൻ തുടങ്ങി. ഇതാണ് മുത്തുവിൻ്റെ പാട്ട് ഭയങ്കര ഗംഭീരമായിരുന്നു കേട്ടോ. ഇത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാഗ്നറ്റ് ചെയ്ത് നമ്മളെ ചിക്കനിലൊക്കെ മാഗ്നറ്റ് ചെയ്ത ആളാണ് ആൾ. ഇവർ രണ്ടുപേരുടെ പാട്ടാണ് ഏറ്റവും സൂപ്പറായത്. പിന്നെ ഇക്കൊക്കെ പാടാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരുടെ കൺട്രോളും പോയി. ഞങ്ങൾ ഡിയറസ്റ്റ് അമ്മാമ്മയും ഡിയറസ്റ്റ് അമ്മായിയും ഒക്കെ അതിനൊപ്പം തന്നെ പാട്ടിനൊപ്പം തന്നെ ചുവട് വെക്കാനും തുടങ്ങി. പിന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷായി. അപ്പോഴേക്കും താഴെ റെസ്റ്റോറൻറ്റിൽ നിന്നും നെയ്ച്ചോറ്, ചിക്കൻ സ്റ്റൂ, ചിക്കൻ മുളകിട്ടത് ഇതൊക്കെ കൊണ്ടുവന്നു. നമ്മളതൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും
പോകാൻ വേണ്ടി റെഡി ആവുന്നതിനിടയിൽ നമ്മൾ റിയാസ്ക വന്നു. ഇതാണ് ഈ വരുന്നതാണ് റിയാസ്ക വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് ചക്കയൊക്കെ ആയിട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ടോ ആ ചക്കയൊക്കെ തന്നതിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയ അതേപോലെ തന്നെ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് എത്തി.